Sir, I would like to conclude. Two lines in Malayalam. എല്ലാ കോട്ടകുത്തനങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും, വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും, അപ്പോൾ കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ അതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കടമില്ല. റഹീം ഈ ഒരു ഡയലോഗ് പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിർത്താത്ത കയ്യടികളായിരുന്നു. നരേന്ദ്രമോദിജി ഞെട്ടി, അമിത്ഷാ ഞെട്ടി, എന്തിനേറെ പറയണം കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന പിണറായി വിജയൻ വരെ ഞെട്ടിപ്പോയി. കാരണം ചാനൽ ചർച്ചകളിലെ പ്രകടനം കാരണം ഇദ്ദേഹത്തെ ലുട്ടാപ്പി എന്ന് വിളിച്ച് അപമാനിച്ചവർക്കുള്ള കനത്ത മറുപടിയായിരുന്നു പാർലമെന്റിലെ ഇദ്ദേഹത്തിന്റെ ഈ തീപ്പൊരി പ്രസംഗം. മലയാളത്തോടുള്ള കോൺഗ്രസിന്റെയും കേരളത്തോടുള്ള BJPയുടെയും വിരോധമൊക്കെ ഉള്ള സമയത്താണ് CPM കേരളത്തെയും മലയാളത്തെയും ഇത്രയധികം സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ വരെ ലോകത്തിലെ ഏറ്റവും വലിയ റിപ്പബ്ലിക് ആയിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ പാർലമെന്റിൽ മലയാളത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളവും അത്യമായിട്ടുള്ള വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുറച്ച് ആശ്രുകൾ നമ്മുടെ കണ്ണീരിൽ നിന്ന് വരാതെ, ആനന്ദാശ്രു കണ്ണിൽ നിന്ന് വരാതെ ഈ റഹീമിന്റെ ഇത്രയും അർത്ഥവത്തായിട്ടുള്ള ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാ കോട്ടകൊത്തനങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും, വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും, അപ്പോൾ ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ അതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. ഇത്രയും ശക്തമായ രീതിയിൽ പാർലമെന്റിൽ സാക്ഷാൽ അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ നരേന്ദ്രമോദിയും ഒക്കെ ആയിരിക്കുന്ന ആ ഒരു വേദിയിൽ നിന്ന് ഇത്രയും ശക്തമായി അവരുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി വിരൽ ചൂണ്ടി 1 മിനിറ്റും കൂടി എനിക്ക് തന്നേ പറ്റൂ, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോകൂ എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് റഹീം പറഞ്ഞ ഈ വചനങ്ങൾ കേരളത്തിന്റെ മനസാക്ഷിയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു CPM പ്രവർത്തകനിൽ നിന്ന് ഇത്രയും അധികമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇദ്ദേഹം ശരിക്കും കേരളത്തിന് മുഴുവൻ അഭിമാനം. കേരളത്തിൽ നിന്ന് നമുക്ക് മറ്റു പല എംപിമാരുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, ജോർജ് കുര്യനുണ്ട്. എന്നാൽ ഇവരൊന്നും മലയാളത്തിൽ ഒരു അക്ഷരം ഇന്ത്യയുടെ പാർലമെന്റ് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കനൽ ഒരു തരി മതി, അത് ആളിക്കത്തും. ആ ഒരു തരി കനലാണ് റഹീം എന്ന് പറയുന്ന CPMന്റെ ജീവന് തുല്യം CPMനെ സേവിക്കുന്ന, അല്ലെങ്കിൽ സേവന മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ആ ഒരു എളിയ പ്രവർത്തകൻ. അദ്ദേഹത്തെ പിണറായി വിജയൻ MP സ്ഥാനം നൽകി ആദരിച്ചപ്പോ ഷംസീറും സ്വരാജും അടക്കം അദ്ദേഹത്തിന്റെ സഹമാനലിസ്റ്റുകളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമൊക്കെ എന്താ പറയണ്ട പല്ലിറുക്കി കാണിച്ചപ്പോ ഇത്രയും വലിയ രീതിയിൽ പ്രസംഗിക്കുമെന്നും ഇത്രയും കാര്യങ്ങൾ ആർജവത്തോടു കൂടി പറയാനുള്ള ശക്തിയുള്ള ഒരാളാണ് റഹീം എന്നും അന്നവർ മനസ്സിലാക്കിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റ് പ്രസംഗത്തോടെ റഹീമിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം അത് വളരെ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇനി നോർമൽ ഒരു സംസ്ഥാന രാഷ്ട്രീയം മാത്രം കളിച്ചു നടക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം ഇനി നാഷണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. CPM പോലെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം, റഹീമിന്റെ സ്ഥാനം, അല്ലെങ്കിൽ CPM MPമാരുടെ സ്ഥാനം ഇത്രയും നല്ല ഭാഷാരീതിയിൽ പ്രസംഗിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും കോൺഗ്രസ് MPക്കോ BJP MPക്കോ സാധിക്കുമോ? ഇല്ല. അത് റഹീമിനും ബ്രിട്ടാസിനും ഒക്കെ മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ പോയി ലോകത്തിന് മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ സംസാരിക്കുവാൻ ഉള്ള ആണത്തവും തൻ്റെ ഇടവും നട്ടെല്ലുമുള്ളത് CPMന്റെ MPമാർക്ക് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളത്. ഒരു സാധാരണ അരിഭക്ഷണം കഴിക്കുന്ന കേരളക്കാരൻ എന്ന നിലയിൽ കേരളത്തിലെ CPM MPമാർ പാർലമെന്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനം ഏതൊരു മലയാളികൾക്കും സന്തോഷിക്കാനും അതിലുപരി ആനന്ദിക്കാനും അഭിമാന പുളകിതനാകാനുമുള്ള സാധനങ്ങൾ CPMന്റെ MPമാർ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊടുക്കുന്നുണ്ട് എന്നതാണ് CPMനെ ലോകത്തിൽ തന്നെ ഇത്രയും അധികം ഉയർത്തി, അല്ലെങ്കിൽ ഇത്രയധികം വ്യാപിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. സാധാരണ രീതിയിൽ അമിത്ഷാ ഒന്ന് ഒച്ചത്തിൽ സംസാരിച്ചാൽ പേടിച്ചു പോകുന്ന കോൺഗ്രസ് MPമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ CPM MPമാർ ഒന്ന് ഒച്ചത്തിൽ സംസാരിച്ചാൽ, ഒന്ന് ശബ്ദമുയർത്തി ചോദിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചാൽ സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും വരെ പേടിച്ച്
എന്താ പറയണ്ടേ, ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. പേടിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം റഹീം ഖാ, നമ്മുടെ റഹീം ഖാ, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള റഹീം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം. ഇനിയും ഇതുപോലുള്ള പ്രസംഗങ്ങൾ പാർലമെന്റിൽ ഉണ്ടാകാൻ അദ്ദേഹം ഇനിയും പാർലമെന്റിൽ തന്നെ വേണം. നമുക്ക് ഇനിയും അദ്ദേഹത്തെ വിജയിപ്പിക്കാം, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം.